ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിൽ അധ്യാപക ദിനവും നിയമബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും പുല്ലൂറ്റ് KKTM കോളേജ് NSS യൂണിറ്റും ചേർന്നാണ് കൊടുങ്ങല്ലൂർ KKTM കോളേജിൽ വെച്ച് അധ്യാപക ദിനവും നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. KKTM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ബിന്ദു ശർമിള ഉദ്ഘാടനം ചെയ്തു. അക്ഷരങ്ങൾ വായിക്കാൻ പഠിക്കുക മാത്രമല്ല, വാക്യങ്ങളിലൂടെ, വാചകങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പകർന്നു തന്നുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളവരാണ് നമ്മുടെ അധ്യാപകർ. അജ്ഞത എന്ന അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക്, വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുഭൂതർ എന്ന് നമ്മൾക്കറിയാം, അല്ലെ? ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. മാതാപിതാ ഗുരു ദൈവം എന്ന സൂക്തത്തിന്റെ പൈതൃകം പേറുന്നവരുമാണ് നമ്മളെല്ലാവരും. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമായ ഇന്ന് അധ്യാപകരുടെ ആ ഒരു സേവനത്തിന് ആദരവർപ്പിക്കാൻ ഇന്ന് അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ലീഗൽ സർവീസിനെ കുറിച്ചും പോക്സോനെ പറ്റിയും എല്ലാത്തിനെ പറ്റി ഒരു അവയർനെസ് ക്ലാസ് നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്താണ്. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട വിവിധ നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്ര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ആരാണ് നമുക്ക് അറിവ് തരുന്നതൊക്കെ അധ്യാപനം, നമുക്ക് ടീച്ചിങ്, നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ അധ്യാപകരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഒരു ഫീൽഡും ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ, അവൻ്റെ കീഴിലൊരു പണിക്ക് വരുന്ന, അവനെയും പഠിപ്പിക്കുന്ന ആ ഇലക്ട്രീഷ്യൻ അധ്യാപകനാണ്, ഗുരുവാണ്, അല്ലേ? അപ്പം നമ്മൾ ആ അധ്യാപനം തന്നെ അതുപോലെ തന്നെയാണ് നിയമത്തിൻ്റെ കാര്യം. നിയമം ഒരു സർവ്വവ്യാപിയാണ്. നമ്മുടെ ജീവിതവുമായി എല്ലാ മേഖലകളിലും, അതായത് നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ അനുധാവനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിയമം എന്ന് പറയുന്നത്. നമുക്കറിയാതെ തന്നെ നമ്മൾ പിന്തുടരും. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കണം, ഞാൻ അങ്ങോട്ട് നിന്ന് ക്ലാസ് എടുക്കണം, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ശ്രദ്ധിക്കണം. ഇതും ഒരു ചട്ടക്കൂടാണ്. ചട്ടം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വാക്കാണ് നിയമം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇതൊക്കെ ആരോ എഴുതപ്പെട്ടതൊക്കെ ആയിരിക്കും. ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം, ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇരിക്കൂടെ, ഇല്ല ഞാൻ അങ്ങോട്ട് ഇരിക്കുന്ന ക്ലാസ് എടുത്തോളൂ. അതും ഒരു ചട്ടക്കൂടാണ്, അതുപോലെ നിയമസംഹിതത്തിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ, നിങ്ങൾ ഡ്രസ്സ് കോഡ്, നിങ്ങൾ ഡ്രസ്സ് ഇട്ട് വരണം, കോളേജിൽ എങ്ങനെ വരണം. അഡ്വക്കേറ്റ് ആനന്ദം, മലയാളം ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ധന്യ PP, പാരാലീഗൽ വളണ്ടിയർ രജനി PR എന്നിവർ സംസാരിച്ചു.